തൃശൂർ വടക്കാഞ്ചേരിയിൽ കെ.എസ്.യുവിന്റെ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് നേരെയായിരുന്നു കെ.എസ്.യു പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. അതിലിപ്പോൾ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. മുഖം മൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൽ പ്രതിഷേധിക്കുകയാണ് കെ.എസ്.യു പ്രവർത്തകരെ കറുത്ത മുഖം മൂടി അണിയിച്ച് തുണികൊണ്ട് മുഖം മൂടി അണിയിച്ച് കയ്യിൽ വിലങ്ങ് വെച്ചാണ് കോടതിയിൽ ഹാജരാക്കിയത്. അതിനെതിരെയാണ് ഇപ്പോൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെ.എസ്.യുവിന്റെ പ്രതിഷേധം. ബാരിക്കേഡ് മറിച്ചിടാനൊക്കെ നേരത്തെ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. നിലവിലെ സാഹചര്യം എന്താണ് അവിടെ? ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. അതായത് ഇന്നലെയാണ് വടക്കാഞ്ചേരി പോലീസ് മൂന്ന് കെ.എസ്.യു നേതാക്കളെ SFIയുമായുള്ള സംഘർഷത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ ആ ഒരു സമയത്ത് കറുത്ത തുണി ഉപയോഗിച്ച് മുഖം മൂടുകയും കയ്യിൽ വിലങ്ങ് വയ്ക്കുകയും ചെയ്ത് അത്തരത്തിലാണ് ഈ കെ.എസ്.യു പ്രവർത്തകരെ ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയത്. ഇതിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ തന്നെ നടത്തിയത്. വടക്കാഞ്ചേരി SHO ഭീകരവാദികളോട് പെരുമാറുന്നത് പോലെ കെ.എസ്.യുവിന്റെ പ്രവർത്തകരോട് പെരുമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ പ്രതിഷേധ സമരം നടക്കുന്നത്. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് കെ.എസ്.യുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധ പ്രകടനമായി എത്തി. പിന്നീട് കെ.എസ്.യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഈ സമരം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതുപോലെ തന്നെ ഈ വടക്കാഞ്ചേരി SHO ഷാജഹാന്റെയും കോലം കത്തിക്കുകയും ചെയ്തു. പിന്നീടും പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. 2 തവണ ജലപീരങ്കി ഇതിനോടകം തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞു. എന്നിട്ടും പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ഇപ്പോഴും സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ്. തൃശൂർ ചേലക്കര സംസ്ഥാന പാതയിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത് എന്നതിനാൽ തന്നെ വലിയ തോതിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടേണ്ട ഒരു കാര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ വഴിതിരിഞ്ഞാണ് പോകുന്നത്. മാത്രമല്ല വലിയ പ്രതിഷേധം ഇവിടെ നടക്കുന്നുമുണ്ട്. ഈ ഒരു ജലപീരങ്കി 2 തവണ പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ ഇതുവരേക്കും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കെ.എസ്.യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും ഒക്കെ തന്നെ സ്ഥലത്തുണ്ട്. കെ.എസ്.യു വൈസ് പ്രസിഡന്റിനെതിരെയാണ്, അതായത് ജില്ലാ വൈസ് പ്രസിഡന്റിനെ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് ഇത്തരത്തിൽ ഇന്നലെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ എത്തിച്ചത്. ഇതിൽ കോടതി തന്നെ വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച ഈ വടക്കാഞ്ചേരി SHO ഷാജഹാനോട് കോടതിയിൽ നേരിട്ട് ഹാജരായി ഇതിനൊരു വിശദീകരണം നൽകണം എന്നുള്ള ആവശ്യവും നിലവിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ തോതിലുള്ളൊരു പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇടയ്ക്ക് കല്ലേറും നടക്കുന്നുണ്ട്, അതായത് പോലീസിന് നേരെ കല്ലെറിയുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിലൊരു പ്രതിഷേധം തന്നെയാണ് ഇന്നിവിടെ നടക്കുന്നത്. ബാരിക്കേഡുകൾ മറച്ചിടാനുള്ള ശ്രമം ഇവിടെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇനിയും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ലെങ്കിൽ അതൊരു പക്ഷേ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനായി സാധ്യതയുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് നീങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാരിക്കേഡുകൾ മറച്ചിട്ടിട്ടുണ്ട്. പോലീസ് ജലപീരങ്കി അല്പസമയം മുൻപ് പ്രയോഗിച്ചിരുന്നു, ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് കെ.എസ്.യു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാൻ പോവുകയാണ് പ്രവർത്തകർക്ക് നേരെ.
അണിയിച്ച് വിലങ്ങിട്ട് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ KSU പ്രവർത്തകരുടെ പ്രതിഷേധമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജലപീരങ്കി 3-4 തവണയായി പ്രയോഗിക്കുന്നു, എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. തൃശൂർ വടക്കഞ്ചേരിയിലാണ് ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. നിഷോയ്, പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല, ഇനി എന്ത്? തീർച്ചയായും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. 3-ാം തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. അതായത് KSUവിന്റെ പ്രതിഷേധം ശക്തമായി തന്നെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് തുടരുകയാണ്. മുദ്രാവാക്യങ്ങളുമായി ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പോയില്ല. 3-ാം തവണയും ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ഇനിയും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഓരോ തവണയും ജലപീരങ്കി പ്രയോഗിച്ചു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഈ ബാരിക്കേഡുകളുടെ അടുത്തേക്ക് പോയി ആ ബാരിക്കേഡ് മറിച്ചിടാനും ഈ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തേക്ക് കടക്കാനുമായുള്ള ശ്രമങ്ങളാണ് KSU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതായത് ഈ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഏകദേശം 20 മീറ്ററോളം മാറിയാണ് ഇവിടെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അകത്തേക്ക് പ്രവർത്തകർ ആരും തന്നെ കടക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ കടക്കാതിരിക്കാനായുള്ള ശ്രമം പക്ഷേ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി കൂടുതൽ പോലീസും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 4-ാം തവണയും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. അതായത് 4-ാം തവണയും ജലപീരങ്കി ഇപ്പോൾ പ്രയോഗിച്ചു. 4 തവണ പ്രയോഗിച്ചിട്ടും ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. എനിക്ക് തോന്നുന്നത് ഇനിയും ഈ ജലപീരങ്കി എത്ര തവണ പ്രയോഗിച്ചാലും തങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നുള്ള നിലപാട് തന്നെയാണ് KSU പ്രവർത്തകർക്ക് എന്തായാലും ഇപ്പോൾ ഉള്ളത്. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ KSU പ്രവർത്തകർ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം തങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഈ പോലീസ് മുഖം മറച്ച് അതുപോലെ തന്നെ കൈ വിലങ്ങുകൾ അണിയിച്ച് കോടതിക്കകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കോടതി പോലും ഈ വിഷയത്തിൽ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ച ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതുകൂടി വളരെ ഗുരുതരമായ ഒരു കാര്യമായി തന്നെയാണ് ഈ KSU പ്രവർത്തകർ കണക്കാക്കുന്നത്. എന്തായാലും ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും വലിയ പ്രതിഷേധം ഇവിടെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോഴും ഉണ്ടാവുകയാണ്. അതായത് വടക്കാഞ്ചേരി SHO ഈ ഷാജഹാൻ ഈ ഒരു KSU നേതാക്കളോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് എന്തായാലും നിലവിൽ KSU പ്രവർത്തകർക്കുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് വടക്കാഞ്ചേരി SHOക്ക് അദ്ദേഹത്തിന്റെ പേരെഴുതിയ മാത്രമല്ല കൂടുതൽ പ്രവർത്തകർ ആ ബാരിക്കേഡിന് സമീപത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്.